തിരുനാവായയിൽ നടക്കുന്ന മഹാമാഘ മഹോത്സവം ഇന്ന് സമാപിക്കും. സമാപന ദിനത്തിലെ പ്രധാന ആചാരമായ മാഘമകം അമൃത സ്നാനം രാവിലെ 8 മണിക്ക് ആരതി ഘട്ടിൽ നടക്കും. ഇതിനുശേഷം യതിപൂജ നടക്കും. വൈകിട്ട് നടക്കുന്ന നിള ആരതിയോടെ മഹാമാഘ മഹോത്സവം ഔപചാരികമായി സമാപിക്കും. കെ അരവിന്ദൻ ചേരുകയാണ്. അരവിന്ദൻ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് എത്രമാത്രം ഭക്തജന തിരക്കാണ് അവിടെ അനുഭവപ്പെട്ടത് എന്നുള്ളത്. ഇന്ന് സമാപന ദിവസത്തിലേക്ക് എത്തുമ്പോൾ അതേ രീതിയിലുള്ള തിരക്ക് അല്ലെങ്കിൽ ഭക്തരുടെ കടന്നുവരവ് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? ഗുഡ് മോർണിംഗ് നിജിൻ. എന്തായാലും ഭാരതപ്പുഴയിൽ നിളാതീരത്താണ് ഇപ്പോൾ നമ്മളുള്ളത്, പവിത്രമായ ത്രിമൂർത്തി സംഗമസ്ഥാനത്ത്. ഇവിടെ കഴിഞ്ഞ 2 ആഴ്ചയിലേറെയായി ഒരു മഹോത്സവം തന്നെ നടക്കുകയായിരുന്നു. അതിൻ്റെ സമാപനമാണ് ഇന്ന്. മഹോത്സവത്തിലെ ഏറ്റവും പുണ്യമായ കർമ്മമെന്ന് കരുതുന്ന അമൃത സ്നാനം അല്പസമയത്തിനകം ഇവിടെ നടക്കും. ഇപ്പോൾ തന്നെ ആളുകൾ സ്നാനം ചെയ്തു തുടങ്ങി. 8 മണിക്കാണ് സന്യാസി വര്യന്മാർ ഉൾപ്പെടെയുള്ളവർ എത്തി അമൃത സ്നാനത്തിൽ പങ്കെടുക്കുക. എന്തായാലും വളരെ വിപുലമായുള്ള ഒരുക്കങ്ങൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. വിവിധ ദേശങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടെ എത്തുന്നു. നമുക്കറിയാം, ഏറ്റവും പ്രധാനപ്പെട്ട കടമ ഈ അമൃത സ്നാനത്തിൽ ചെയ്യുന്നതിലൂടെ മോക്ഷം ലഭിക്കുമെന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. അതിനുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇന്ന് അതിനുശേഷം നടക്കുന്ന യതിപൂജ മറ്റൊരു വിശേഷപ്പെട്ട കാര്യമാണ്. സനാതന ധർമ്മത്തെ നിലനിർത്തുന്നത് സന്യാസി വര്യന്മാരാണ്. അതിനാൽ തന്നെ ആ സന്യാസി വര്യന്മാരെ ആചരിക്കുന്ന ഒരു ചടങ്ങാണ് യതിപൂജ എന്ന് പറയുന്നത്. യതിപൂജയ്ക്ക് ശേഷം ഭണ്ഡാര സമർപ്പണം എന്ന് പറയുന്ന ഒരു ചടങ്ങ് നടക്കുന്നു. ഭണ്ഡാര സമർപ്പണം എന്ന് പറയുന്നത് യതി വര്യന്മാർക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണം നൽകി ആദരിക്കുന്ന ഒരു ചടങ്ങാണ്. അതിനുശേഷം പതങ്ക് എന്ന് വരുന്ന ഒരു ചടങ്ങ് നടത്തുന്നു. ഈ പതങ്ക് എന്ന് പറയുന്നത് രാജാവും അതുപോലെ തന്നെ പ്രജകളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ഏർപ്പാടാണ്. അപ്പോൾ അത്തരത്തിൽ വളരെ ജാതി മത ഭേദ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ അധികാരികളും അതുപോലത്തെ സാധാരണക്കാരും എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന ഒരു ചടങ്ങാണ് ഈ പതങ്ക് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ചടങ്ങുകൾ, നിരവധി ചടങ്ങുകൾ തിരുനാവായ തീരത്തും ഒപ്പം തന്നെ തവനൂർ തീരത്തും നടക്കുകയാണ്. തവനൂർ തീരത്ത് രാവിലെ 4 മണിക്ക് തന്നെ മഹാഗണപതി ഹോമം ആരംഭിച്ചു. മുൻ ഗുരുവായൂർ മേൽശാന്തിയായ അച്യുതൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ ആരംഭിച്ചത്. അതിനുശേഷം അവിടെ യാഗം നടക്കും. ഈ ചക്രപൂജയിൽ നിരവധി പേർ പങ്കെടുക്കും. അങ്ങനെ നിരവധി ചടങ്ങുകൾ. വൈകുന്നേരം ലക്ഷദീപ സമർപ്പണമുണ്ട്. അത് കഴിഞ്ഞാൽ നിള ആരതിയുണ്ട്. അങ്ങനെ നിരവധി ചടങ്ങുകളാണ് നടക്കുന്നത്. ഇപ്പോൾ നമുക്ക് നിളയോരത്ത് കാണാൻ കഴിയും നിരവധി പേർ പലയിടങ്ങളിൽ നിന്നായി ഇവിടെ എത്തുന്നു. ഇന്നലെ മുതൽ ഇവിടെ എത്തി കാത്തു നിൽക്കുന്നവരുണ്ട് പുണ്യസ്നാനത്തിൽ പങ്കെടുക്കുക എന്നുള്ള കാര്യത്തിന് വേണ്ടി. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമുക്ക് ഇത്തരത്തിലുള്ള കാഴ്ചകളാണ് നിളാതീരത്ത് നിന്ന് കാണാൻ കഴിയുന്നത്. ഈ ത്രിമൂർത്തി സംഗമസ്ഥാനത്ത് ഭാരതപ്പുഴയിൽ ഈ മഹോത്സവത്തിൻ്റെ ചടങ്ങുകൾ നടക്കുന്ന അവസരങ്ങളിൽ സപ്തനദികളുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. അതിനാൽ തന്നെ ആ സമയത്ത് ഇവിടെ പുണ്യസ്നാനം നടത്തുന്നത് വളരെ പുണ്യകരമാണ് എന്ന് കരുതുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പം ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നുള്ള ഒരു കുടുംബമുണ്ട്. അവർ നേരത്തെ ഉത്തരേന്ത്യയിലൊക്കെ ഇത്തരത്തിൽ പങ്കെടുത്തതാണ്. എങ്ങനെയാണ്? ഇന്നലെ വന്നതാണ്. ഞങ്ങൾ വൈകിട്ട് ആരതി കാണാൻ വന്നു. അതിനുശേഷം ഇവിടെ സ്റ്റേ ചെയ്തിട്ട് ഇന്ന് സ്നാനം കഴിഞ്ഞിട്ട് അമൃത സ്നാനം കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അതൊരു ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മഹാഭാഗ്യമായിട്ട് കാണാണ്. കുടുംബസമേതമാണ് വന്നിരിക്കുന്നത്. അങ്ങനെ സന്തോഷമായിട്ട് സ്നാനത്തിൽ ചെയ്തിട്ട് പോകണം. ഇതേപോലെ നിരവധി പേർ പുണ്യസ്നാനത്തിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തുന്നുണ്ട്. ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുകയാണ്. 8 മണിക്ക് നാഗസന്യാസിമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന അമൃതസ്നാനം നടക്കും. നിജിൻ.